അതിദയനീയമായ കാഴ്ചകളാണ് ഇന്ന് ഗസയിൽ നിന്ന് പുറലോകം അറിഞ്ഞത്. ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ കണ്ടെത്താനോ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ജാളിത്യം മറയ്ക്കാനോ ദേഷ്യം തീർക്കാനോ അവർ വ്യോമാക്രമണം കടുപ്പിക്കുന്നു. 200 സിവിലിയൻസിനെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ കൊന്നുതള്ളിയത്. തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ നിന്നും കൈകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരയുന്ന പലസ്തീൻ പൗരന്മാരുടെ കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. ഗസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കണമെന്ന് UN രക്ഷാസമിതിയിൽ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ഗസയിലുടനീളം ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തിയത്. ലോകരാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ ഇസ്രായേൽ മാനിക്കുന്നില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതോടൊപ്പം ഗസയിൽ യാതൊരുവിധ സഹായവും നൽകാൻ ആരെയും അനുവദിക്കില്ലെന്ന വ്യക്തമായ സന്ദേശവും ഇതിലൂടെ ഇസ്രായേൽ പുറത്തു നൽകുന്നു. മധ്യ ഗസയിലും തെക്കൻ ഗസയിലും ഒരേ സമയം അതിശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളായ ഇബാലിയ ക്യാമ്പ്, അൽ സൊറാത്ത് ക്യാമ്പ് എന്നിവിടങ്ങളിലെല്ലാം ഭയാനകമായ ആക്രമണ അന്തരീക്ഷമാണ് നിലവിൽ. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങൾ ഇസ്രായേൽ തുടർന്നിട്ടും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. അതേസമയം ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങളും അതിശക്തമാണെന്നാണ് റിപ്പോർട്ട്. നിരവധി ഇസ്രായേൽ സൈനികരെ അധിനിവേശ പ്രദേശങ്ങളിൽ ഹമാസ് വധിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിടുന്നില്ല. നിരവധി ടാങ്കുകൾ തകർക്കുകയും സൈനിക ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഹമാസിന്റെ അവകാശവാദം. ഇതോടൊപ്പം സുപ്രധാനമായ ഒരു നിലപാടും ഹമാസ് ആവർത്തിച്ചു. വെടിനിർത്തൽ അവസാനിപ്പിക്കാതെ ബന്ദിമോചന ചർച്ചകളില്ലെന്ന് എന്നതായിരുന്നു അത്. അതേസമയം യമനിലെ ഹൂതികളുടെ നിലപാട് കടുപ്പിക്കുന്നതാണ്. ഒരു കപ്പലിന് നേരെ കൂടി ഹൂതികൾ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറുവശത്ത് ഹിസ്ബുള്ളയും യുദ്ധം കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായ ആക്രമണത്തിൽ നോർത്തേൺ ഇസ്രായേലിന് ഒരു സൈനികൻ മരിച്ചതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നിരവധി മുന്നറിയിപ്പുകളും തിരിച്ചടികളും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ടെങ്കിലും നെതന്യാഹുവിന് യാതൊരു കുലുക്കവുമില്ല. ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന കടുത്ത നിലപാടിൽ തുടരുകയാണ്. യുദ്ധം തന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് നെതന്യാഹു. അതായത് ആക്രമണവും പ്രത്യാക്രമണവും രൂക്ഷമാകുന്നതല്ലാതെ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ സമീപ ഭാവിയിൽ കാണുന്നില്ലെന്ന് ചുരുക്കം. ഇത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിനെയും ഈ നില തുടരാൻ തിരിച്ചടികൾ ശക്തമായിരിക്കുമെന്ന് വിലയിരുത്തലുകൾ ഉയർത്തുന്നു.